So children, today we will learn about the buccal cavity. So in last class we studied about digestive tract or alimentary canal. So today we will see in detail the different parts of the buccal cavity. So first we will start with the mouth and the buccal cavity. That is the starting point of food, right? ഫുഡിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? മൗത്തിൽ നിന്നും ബക്കൽ ക്യാവിറ്റിയിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്? സോ ഫുഡ് ഈസ് ടേക്കൺ ഇൻ ടു ദ ബോഡി ത്രൂ ദ മൗത്ത്. ആസ് യു ഓൾ നോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നമ്മൾ ഫുഡ് കഴിക്കുന്നത് വായിൽ കൂടിയാണ്. സോ what is the process? That process, what it is called? Ingestion. So what do you mean by ingestion? The process of taking food into the body. നമ്മൾ ഫുഡ് കഴിക്കുന്നത്, നമ്മൾ വായിൽ കൂടെ ഫുഡ് കഴിക്കുന്ന ആ പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? ഇൻജഷൻ. ഓക്കെ, വാട്ട് യു മീൻ ബൈ ഇൻജഷൻ? ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ഇൻ ടു ദ ബോഡി. സോ ഇറ്റ് ഈസ് കോൾഡ് ഇൻജഷൻ. So there are two types of digestion. Okay, so first one is mechanical digestion and the second one is chemical digestion. So what do you mean by mechanical? നമ്മൾ കെമിക്കൽ പ്രോസസ് ഒന്നും അതിനകത്ത് ഇൻവോൾവ് ചെയ്തില്ല. സോ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത് അല്ലേ, നമ്മൾ മെക്കാനിക്കലി വെജിറ്റബിളിനെ കട്ട് ചെയ്യാണ് യൂസിങ് എ നൈഫ്. വി ആർ കട്ടിങ് ഇൻ ടു സ്മോൾ പീസസ് ലൈക്ക് വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയൊക്കെ വി ആർ കട്ടിങ്. സോ വലിയ ബിഗ് വെജിറ്റബിളിനെ നമ്മൾ വി ആർ കട്ടിങ് ഇൻ ടു സ്മോൾ പീസസ്. സോ ദാറ്റ് ഈസ് കോൾഡ് വി ആർ കൺവേർട്ടിങ് ദ കോംപ്ലക്സ് സബ്സ്റ്റൻസ് ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസ് അല്ലേ. സോ ദാറ്റ് ഈസ് കോൾഡ് എ മെക്കാനിക്കൽ. നമ്മൾ മെക്കാനിക്കലായിട്ട് അതിലൊരു കെമിക്കൽ പ്രോസസ്സുകളോ കെമിക്കൽ എലമെന്റ്സോ ഒന്നും ഇൻവോൾവ് ചെയ്തിട്ടില്ല. സോ മെക്കാനിക്കലി നമ്മൾ ഒരു സാധനത്തിനെ നമ്മൾ കോംപ്ലക്സ് സബ്സ്റ്റൻസിനെ വലിയ സബ്സ്റ്റൻസിനെ ചെറിയ സബ്സ്റ്റൻസ് ആക്കിയാണ്. സോ അതിനെയാണ് മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. സോ സെക്കൻഡ് വൺ ഈസ് കെമിക്കൽ ഡൈജഷൻ. കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി അതിനകത്ത് നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസസും സലേവറി ഗ്ലാൻസും. സോ ദർ ഇസ് എ കെമിക്കൽ പ്രോസസ് ഗോയിങ് ഓൺ. Okay, that is happening inside the this stomach. Okay, so where this mechanical digestion is happening, that is inside our buccal cavity. നമ്മുടെ വായിനകത്താണ് മെക്കാനിക്കൽ ഡൈജഷൻ സംഭവിക്കുന്നത്. എങ്ങനെയാണ് മെക്കാനിക്കൽ ഡൈജഷൻ സംഭവിക്കുന്നത് വായിനകത്ത്? വി chew the food with the teeth and break it down mechanically into small pieces. അല്ലേ, നമ്മള് ഫുഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് വായിനകത്ത് ഫുഡ് എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പല്ലുകൊണ്ട് അതിനെ കടിച്ചിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് അല്ലെ. നമ്മൾ റൈസ്, ചിക്കൻ, വെജിറ്റബിൾസ് ഒക്കെ വായിലോട്ട് ഇടുകയാണ്. ഇട്ടിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ടീത്ത് കൊണ്ട് നമ്മുടെ ഫസ്റ്റ് പ്രോസസ് എന്താണ് നടക്കുന്നത്? നമ്മൾ പല്ലുകൊണ്ട് നമ്മുടെ ആ ഫുഡിനെ നമ്മൾ കടിച്ച് അതിനെ ബ്രേക്കിംഗ് ഡൗൺ ഇൻ ടു സ്മോൾ പീസസ്, റൈറ്റ്? സോ there is happening the mechanical digestion. So what is happening inside the mouth? We chew the food with the teeth and break it down mechanically into small pieces, right? So each tooth is rooted in a separate socket in the gums. As you all know, നിങ്ങൾ ലാസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നമ്മുടെ പല്ല് ഓരോരോ സോക്കറ്റിനകത്താണ് നമ്മുടെ ഗംസിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, റൈറ്റ്? So our tooth vary in appearance and perform different functions. So accordingly they are given different names. So we have different kinds of tooth in our mouth, right? നിങ്ങൾ കണ്ടാ അറിയാം, ഓരോന്നും ഓരോ ഷേപ്പിലും ഓരോരോ സൈസിലുമാണ് നമ്മുടെ ടൂത്ത് നമ്മുടെ വായിനകത്ത് ഇരിക്കുന്നത്, റൈറ്റ്? സോ ഓരോ പല്ലിനും എവറി ടൂത്ത് ഹാസ് ഇൻഡിവിജ്വൽ ഫങ്ഷൻസ്. സോ ബേസ്ഡ് അപ്പോൺ their functions they are given their names. Okay, I'll tell you in detail what it is like, what is the function of each tooth and how it looks, right? Okay, so our tooth vary in appearance and perform different functions. Accordingly they are given different names. So first, where is the digestion process starts? It starts in the mouth. So first what it is happening? The mechanical digestion of the food happening inside our mouth. How it is happening? We chew the food with the teeth and break it down mechanically into small pieces. So each tooth is rooted in a separate socket in the gums. So ഓരോരോ ടൂത്തും it is rooted in a separate socket. ഓരോരോ സോക്കറ്റിനകത്താണ് ഓരോരോ
പല്ലുകളും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ അവർ ഗംസ്. നമ്മുടെ മോണയിൽ ഓരോരോ സോക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലൈക്ക് ഓരോരോ സ്പേസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഓരോരോ സ്പേസിനകത്താണ് ഓരോ പല്ലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഡിഫറെന്റ് സോക്കറ്റ്സ്. സോ അവർ ടീത്ത് വേരി ഇൻ അപ്പിയറൻസ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ഓരോ പല്ലും ഇറ്റ് വേരീസ് ഇൻ അപ്പിയറൻസ് ഓൾസോ. ഫ്രണ്ടിലുള്ള പല്ല് ഇറ്റ്സ് വെരി സ്മോൾ ഇൻ സൈസ് ആൻഡ് ദ ബാക്ക് വൺ ഈസ് ലാർജർ ഇൻ സൈസ്, റൈറ്റ്? സോ ദേ ഓൾസോ ഗോട്ട് ഡിഫറെന്റ് ഫങ്ഷൻസ്. ഓരോ പല്ലിനും നമ്മുടെ ഫുഡ് നമ്മുടെ വായിനകത്തോട്ട് പോകുമ്പോൾ ഓരോ പല്ലും ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ്ലി ദേ ആർ ഗിവൺ ഡിഫറെന്റ് നെയിംസ് ഓൾസോ. Okay, so now I'll show you one diagram for this buccal cavity. As you can see, നമ്മുടെ ബക്കൽ കാവിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരുന്നത്? ടീത്ത്, ടങ് ആൻഡ് മൗത്ത്. ഈ പാർട്ടുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ബക്കൽ കാവിറ്റി എന്ന് പറയുന്നത്. സോ ആസ് യു ക്യാൻ സീ, ടീത്ത് വരുന്നുണ്ട്, ടങ് വരുന്നുണ്ട്. ഓക്കെ, സോ ദെൻ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സലൈവറി ഗ്ലാൻസ് ഇവിടെ വരുന്നുണ്ട്. സോ നമ്മുടെ ഫുഡ് ഇതിലേക്ക് കൂടെ പോയിട്ട് ഇവിടെ ഒരു നമ്മുടെ വായിനകത്ത് ഫസ്റ്റ് ദറ്റ് മെക്കാനിക്കൽ ഡൈജഷൻ ഹാപ്പനിങ്. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ട്? നമ്മൾ വായിനകത്തോട്ട് ഫുഡ് ഇൻജസ്റ്റ് ചെയ്യുക. ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ഇൻ ടു ദ മൗത്ത് ഈസ് കോൾഡ് ഇൻജഷൻ. ഓക്കെ, നമ്മുടെ വായിനകത്തോട്ട് ഫുഡ് എത്തിയതിനു ശേഷം ഫസ്റ്റ് വാട്ട് ഹാപ്പൻസ്? വി ച്യൂ ദ ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീത്ത്. ഓക്കെ, നമ്മുടെ പല്ലുകൾ കൊണ്ട് ആദ്യം നമ്മൾ ഫുഡിനെ കടിച്ച് സ്മോൾ പീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് ദ മെക്കാനിക്കൽ ഡൈജഷൻ ഓഫ് ദ ഫുഡ് ഹാപ്പനിങ് ഇൻസൈഡ് ദ മൗത്ത്, ഇൻസൈഡ് ദ ബക്കൽ cavity. Then also some small amount of salivary glands, നമ്മുടെ ഉമിനീര് എന്ന് പറയുന്നത്, ഉമിനീര് കുറേശ്ശെ വായിനകത്ത് സെക്രീറ്റ് ആവുമ്പോൾ so again some small amount of chemical digestion is also happening inside the buccal cavity. That I'll tell you later. First, this is the mechanical digestion of the food with the help of our teeth. Okay, so again we will see, just revise it, the mouth and the buccal cavity. So food is taken into the body through our mouth. The process of taking food into the body, it is called ingestion. Okay, basically there are two types of digestion is happening. First one is mechanical and the second one is chemical digestion. Okay, mechanical എന്ന് പറഞ്ഞാൽ എന്താണ്? We are breaking down the food into smaller pieces mechanically. അതിലൊരു കെമിക്കൽ പ്രോസസ്സോ കെമിക്കൽ സബ്സ്റ്റൻസോ ഇൻവോൾവ് ചെയ്തിട്ടില്ല. ലൈക്ക് ഐ ടോൾഡ് യു, we chew the food with the teeth and break it down mechanically into small pieces. നമ്മൾ പല്ലുകൊണ്ട് നമ്മുടെ വായിലുള്ള ഫുഡ് ചവച്ച് അതിനെ സ്മോൾ പീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് നമ്മുടെ ബക്കൽ കാവിറ്റിയിൽ സംഭവിക്കുന്നത്. സോ ദാറ്റ് there it is happening the mechanical digestion. So each tooth is rooted in a separate socket in the gums. Our teeth vary in appearance and perform different functions. ഓരോ ടൂത്തും it is situated in a different spaces inside the mouth and in a separate socket inside the gums. Okay, so our tooth vary in appearance. നമ്മുടെ ഓരോ ടൂത്തും ഓരോരോ ഷേപ്പിലും സൈസിലുമാണ് ഉള്ളത്. So they perform different functions also. ഓരോ പല്ലിനും ഫുഡ് വായിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓരോരോ ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ് ഉള്ളത്. സോ അക്കോർഡിംഗ്ലി ദേ ആർ ഗിവൺ ഡിഫറെന്റ് നെയിംസ് ഓൾസോ. ഓക്കെ, ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻസ് individual tooth is given different names also. So now I'll share you one video with you. This is the picture of the buccal cavity, teeth, mouth, tongue. Okay, this together joins together to form buccal cavity. Okay, Breaking down of food occurs by two ways: mechanical digestion and chemical digestion. Mechanical digestion is the physical breaking down of food when we chew the food with the teeth. Chemical digestion is the
chemical breakdown of food into the molecules body can absorb. Both types of digestion take place in mouth. Mechanical digestion breaks food into smaller pieces, and saliva in our mouth, produced by salivary glands, causes the breakdown of starches into sugars. This process of taking food into the body is called ingestion. So children, I hope it's clear for you.